ഇന്നത്തെപ്പോലെ അഗതിമന്ദിരങ്ങളൊന്നും ഇല്ലാത്ത, അണുകുടുംബങ്ങളില്ലാത്ത ഒരു കാലത്താണ്, വൃദ്ധരെ മക്കൾ ഉപേക്ഷിച്ചു പോകും എന്ന് ചിന്തിക്കാനാകുമായിരുന്നില്ലാത്ത ഒരു കാലത്താണ്, അതായത് 1960കളിലാണ് ഞാൻ അമ്മ എന്ന കഥ എഴുതുന്നത്. ജി. ശങ്കരക്കുറുപ്പിന്റെ പത്രാധിപത്യത്തിൽ എറണാകുളത്തുനിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന തിലകം മാസികയിലാണ് അമ്മ എന്ന കഥ ആദ്യമായി അച്ചടിച്ചുവന്നത്. ഇക്കാലത്ത് കോഴിക്കോട് കേരള സാഹിത്യസമിതി സംഘടിപ്പിച്ച ഒരു നോവൽ ക്യാമ്പിൽ അമ്മ എഴുതാനുണ്ടായ കാരണത്തെക്കുറിച്ച് ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിന് ഞാൻ മറുപടി പറഞ്ഞതിങ്ങനെയായിരുന്നു. വലിയ ഉദ്യോഗസ്ഥനായ ഒരു മകൻ. തന്റെ അന്തസ്സിന് ചേർന്നവളല്ല അമ്മയെന്ന് അയാൾക്കൊരു തോന്നൽ. അയാൾ അമ്മയെ മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ആ അമ്മയെ എനിക്ക് പരിചയമുണ്ട്. ആ അമ്മയ്ക്ക് എന്നെയും ഇഷ്ടമായിരുന്നു. എനിക്കറിയാവുന്ന ആ അമ്മയുടെ കഥയാണ് ഈ കഥയ്ക്ക് വിഷയമാക്കിയത്. എന്തായാലും ഈ കഥ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടായതിൽ ഏറെ സന്തോഷം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും വളരുക. സഹജീവികളോട് മമത ഉള്ളവരാകുക. നല്ലവരാകുക. എന്താണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാൽക്കാരൻ അവരുടെ നേർക്ക് തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അവരുടെ വലത്തെ കാലിൽ നിന്ന് അപ്പോഴും ചോരയൊഴുകിക്കൊണ്ടിരുന്നു. ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര. രക്തത്തിന് നിറയില്ലല്ലോ, വാർദ്ധക്യ ലക്ഷണങ്ങളില്ലല്ലോ. ഒരു പോലീസുകാരൻ അപ്പോഴേക്കും അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു. താനാണോ ഇവരെ വീഴ്ത്തിയിട്ടത്? അയാൾ പാൽക്കാരനോട് ചോദിച്ചു. ഇതെന്ത് ഭ്രാന്ത്? പാൽക്കാരൻ പറഞ്ഞു. ഇവരെ ഒരു കറുത്ത ബിലാത്തിക്കാരാണ് വീഴ്ത്തിയിട്ടത്. അത് നിൽക്കാതെ ഓടിക്കളഞ്ഞു. ഞാനെന്തിനെ ഈ വൃദ്ധയെ വീഴ്ത്തിയിടുന്നു? എനിക്ക് കണ്ണില്ലെന്നുണ്ടോ? എനിക്ക് തലയ്ക്ക് നോസുണ്ടോ? ശരി ശരി, എന്നാൽ താനാണ് ഈ കേസിന്റെ ദൃക്സാക്ഷി, പോലീസുകാരൻ പറഞ്ഞു. പറയൂ, എന്താണ് പേര്? എന്റെ പേര് ബോലേറാം എന്നാണ്. അച്ഛന്റെ പേരോ? അച്ഛന്റെ പേര് മോത്തിറാം. തന്റെ സ്വദേശം എവിടെയാണ്? ഇമാംഗഞ്ച്. ഇമാംഗഞ്ചോ? അതെവിടെ കിടക്കുന്നു? ഇതെന്തൊരു ഭ്രാന്താണ്, പാൽക്കാരൻ അക്ഷമനായി പറഞ്ഞു. ഗയയുടെ അടുത്താണല്ലോ ഇമാംഗഞ്ച്. ഇത്ര കൂടി പോലീസുകാർക്കറിയില്ലെന്നോ? അയ്യോ, എനിക്ക് തീരെ വയ്യ, വൃദ്ധ ആവലാതിപ്പെട്ടു. ഇവരെ വല്ല ഡോക്ടറുടെയും അടുത്തെത്തിക്കട്ടെ, പാൽക്കാരൻ പറഞ്ഞു. എന്നിട്ടാവാം തന്റെ ചോദ്യവും ഉത്തരവും. ഇവരുടെ കാലിൽ നിന്ന് ചോരൊഴുകുന്നത് തനിക്ക് കാണാനില്ലേ? ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാനെങ്ങനെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യും? പോലീസുകാരൻ ചോദിച്ചു. റിപ്പോർട്ട് ചെയ്യുന്നു? നിങ്ങൾക്കൊരമ്മയില്ലേ? ഈ വൃദ്ധയെ റോട്ടിൽ കിടത്തി മരിപ്പിക്കാനാണോ തന്റെ ഉദ്ദേശ്യം? മാറി നിൽക്കിൻ, ഞാനൊരു ടാക്സി വിളിക്കട്ടെ. അയ്യോ, എനിക്ക് തീരെ വയ്യല്ലോ, വൃദ്ധ ആവലാതിപ്പെട്ടു. പാൽക്കാരൻ ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങിയെടുത്തു വെച്ചു.